ഹായ് ഗെയ്സ്, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പുതിയങ്ങാടിയാണ് കേട്ടോ. അട്ടത്ത് പുതിയങ്ങാടി പുലിയായാവു തങ്ങൾ പാപ്പയുടെ 173ാമത് വലിയ നേർച്ചയാണ് പ്രാവശ്യം കൊണ്ടാടുന്നത്. 2026 ജനുവരി ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് 4, 5, 6 തീയതികളിലാണ് കൊണ്ടാടുന്നത്. ഇന്ന് 4 മണിക്കാണ് കൊടിയേറ്റം നടക്കുന്നത് കേട്ടോ. കൊടിയേറ്റം നടക്കുന്നത് തിരൂർ പോലീസ് സ്റ്റേഷനിൽ. അവിടെ നിന്നാണ് കൊടി കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറുക കേട്ടോ. ചൊവ്വാഴ്ച രാവിലെ 6:30 മണിയോടുകൂടി പെട്ടിവരവ് എത്തിക്കഴിഞ്ഞാൽ നേർച്ചയുടെ സമാപനമായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ശരി, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. ഇതാണ് വെട്ടത്ത് പുതിയങ്ങാടി പള്ളി കേട്ടോ. ഇവിടെ ജാതിമതം ഇല്ലാതെ ഏവർക്കും ഇവിടെ വരാം. വിളിച്ചാൽ വെളിപ്പുറത്താണ് തങ്ങൾ പാപ്പ. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇവിടെ ജാതിമതം പ്രശ്നമില്ലാത്തൊരു പള്ളിയാണ് ഇത് കേട്ടോ. ഏവർക്കും ഇവിടെ വരാം. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വഴിപാടുകൾ ചെയ്യുന്നതും യാറും മുറുന്നതും ഹിന്ദുക്കളാണ്. ഫസ്റ്റിലത്തെ വരവ് അരി വരവാണ് കേട്ടോ. മാർക്കറ്റിൽ നിന്ന് അരി ആണ് നേർച്ച ആദ്യം വരിക. കമ്മിറ്റി ഭാരവാഹികൾ അങ്ങോട്ട് പോവാണ് മാർക്കറ്റിലേക്ക്. ഈ കൊണ്ടുവന്ന അരി കംപ്ലീറ്റ് കഞ്ഞിക്കുള്ളതാണ് കേട്ടോ. 3 ദിവസം കഞ്ഞിക്കുള്ള സമൃദ്ധിയായ കഞ്ഞി ആവശ്യത്തിന് കുടിക്കാം. പാത്രം കൊണ്ടുവന്നാൽ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. 3 ദിവസം സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണമാണ്. എത്ര വേണമെങ്കിലും കിട്ടും കേട്ടോ. ക്രമസമാധാനത്തിനെത്തിയ നിയമപാലകരുമായി പരിപൂർണമായി സഹകരിക്കുക. അവരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക. നേർച്ച കമ്മിറ്റിയുമായി സഹകരിക്കുക. ഇവിടെ പറമ്പിൽ ആനകളെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആനയുടെ വാപ്പന്മാരോട് ചോദിക്കാം ആനകളെ പറ്റി. ഞാനൊരു ആന പ്രിയനാണ്, അതുകൊണ്ട് ചോദിച്ചു നോക്കട്ടെ. ചിലപ്പോ ആനക്കാരന് കിട്ടും പണി, അതാണ് ഇതിന് സംഭവം. പാപ്പാനും കിട്ടും പണി അല്ലേ? നമ്മള് ഇന്നിപ്പോ നമ്മള് ആളുകളെ ശ്രദ്ധയിലേക്ക് കണ്ട പ്രിയപ്പെട്ടവര്, ഇവരെ നമ്മൾ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലുന്നതാണ് ആന. അതാണ് ആന സ്നേഹികൾ ഒരുപാടുള്ള ആളുകളാണ്. ഞാനടക്കം ആനയെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ. ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. ഉണ്ടായിരുന്നോ? ശരി, ചേട്ടൻ ആ സമയത്തില്ലായിരുന്നു. അവര് 5ാം കമ്മിറ്റി, എനിക്ക് 2ാം കമ്മിറ്റി ലാസ്റ്റ് ദിവസം. അല്ല, നമ്മളിപ്പോ ഈ ഒരു അല്ല എന്നെ നിയമോ നമ്മൾ 2 അടി കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. അതിനാണ് ആരെങ്കിലും വന്ന് കൊമ്പെ പിടിക്കുകയോ അതിന്റെ അതിന്റെ പ്രശ്നങ്ങള് നമ്മളത് ആ മരണപ്പെടുന്ന സമയത്ത് അല്ലല്ല, ഞാൻ മരണ സമയത്തില്ല. ഞാൻ അവിടെ ഒരു കടയിലെ വാങ്ങിച്ച് കൊണ്ട് 4 എന്നപ്പോഴത്തേക്കും പറഞ്ഞു അവിടെ ആണ് തെറ്റി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു പള്ളിക്ക്. പിന്നെ അവിടെ മാറ്റി നിർത്തി, ഇവിടെ മാറ്റി നിർത്തി. പിന്നെ ഞാൻ അങ്ങോട്ട് അത് നടന്നു പോവുകയായിട്ട്. ഇനി ഈ 10 ഗജവീരന്മാരുമായിട്ട് വലിയ കൊടിയേറ്റത്തിന്റെ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള ആഘോഷ യാത്രയിൽ പോകുമ്പോൾ, പെട്ടിവരവായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആനന്റെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ? അതെ, നമ്മളല്ല ശ്രദ്ധിക്കേണ്ടത്, ഈ നാട്ടുകാരെ ശ്രദ്ധിക്കണം. നിയമം ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കൊമ്പെ പിടിപ്പിക്കുക, മേത്ത് ഓടിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞ മാതിരി ഒരാള് വന്നിട്ട് ആന കയറി പിടിക്കും. ചിലപ്പോ ആനക്ക് ഇഷ്ടപ്പെട്ട ആന അവന്ത് കൊടുക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇത് ഇളകുന്നത്. അല്ലാണ്ട് ആനക്കാരും ആനയല്ല പ്രശ്നം ഉണ്ടാകുന്നത്, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതാണ് തിരൂർ പോലീസ് സ്റ്റേഷൻ. 4 മണിയായി, ഏകദേശം പരിപാടി തുടങ്ങാറായി. അങ്ങനെ ഏകദേശം 4:30 മണി സമയമായിട്ടാണ്
കൊടി വന്നിട്ടാ. അപ്പോൾ കൊടി കെട്ടാൻ പോവുകയാണ്. ഇവിടുന്നാണ് കൈമാറുക. അങ്ങനെ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൊടി കൈമാറി. അങ്ങനെ കൊടി കെട്ടി പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരിക. ഹിമസമാധാനത്തിനെത്തിയ നിയമപാലകരുമായി പരിപൂർണമായി സഹകരിക്കുക. വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയങ്ങാടി നേർച്ച ആഘോഷ കമ്മിറ്റിയുടെ 9 ആനകളാണ് ഉള്ളത് കേട്ടോ ഇന്ന് കൊടിയേറ്റത്തിനുള്ളത്. ഇത്രയേ ഉള്ളൂ പുതിയങ്ങാടി നേർച്ചയുടെ കൊടിയേറ്റത്തിൻ്റെ വിശേഷങ്ങൾ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.